ഹലോ ഗായ്സ്, എൻ്റെ പേര് മിസ്റ്റർ വീഡിയോ എടുക്കുന്ന നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളാണെങ്കിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ അയണിലല്ല, അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു ബക്കറ്റും ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബക്കറ്റും കൂടിയും പറ്റുമെങ്കിൽ ക്രാഫ്റ്റ് ചെയ്തിട്ട് മറ്റേതെന്തല്ല ലാവ, ആ ലാവ നമുക്ക് ആകണം. ബക്കറ്റോട്ടാക്കിയിട്ട് ഒരു നെതർ പോർട്ടിൽ പൂർണ്ണമായി മാരെക്കൊണ്ടുണ്ടല്ലോ എന്നടിക്കൂടാ. ഇത് മറ്റേ കേഫ് പെടാണെങ്കിൽ മെസ്സേജ് തിരിച്ച് തന്നെ കൊന്നായിരുന്നു. പറയാൻ പറ്റില്ല, നമ്മളാണെങ്കിൽ ഇതിങ്ങനെ നേച്ചർപ്പെട്ടി കത്തി സ്പെടയും ഈ ഒരു സ്റ്റിങ്ങും വെച്ചിട്ട് നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കണം. അല്ലാണ്ടല്ല, നെതർ പോർട്ടൽ ഉണ്ടാക്കുന്ന ഞാൻ ഓൺ ക്യാമറ കാണിക്കുന്നില്ല, കാരണം അത് ഒരുപാട് പണിയുണ്ട്. അതുപോലെ വീടെല്ലാം തൂടാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. ഒരുപാട് പണിയുണ്ടെന്നല്ല, ഞാൻ 2 കുഴി കുളിച്ചിട്ട് അങ്ങനെ അതുപോലെ സമയം വെച്ച് ചിലപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ചാവാറുണ്ട്. അതുകൊണ്ട് ബോറടിക്കപ്പെട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാൻ വന്നത്. നമുക്കപ്പോൾ ഒരു ലാവയും കൂടി എടുക്കണം. നമുക്കാണെങ്കിൽ ഒരു ലാവൊക്കെ എടുക്കാം. ഒരു പൊക്കറ്റ് ലാവയും കൂടി നമ്മൾ ഇവിടെ നിന്ന് എടുക്കണം. എംറ്റി ബ്ലോക്കാണോ? നമുക്ക് ഡർട്ട് ഇത് വേണ്ടി വരും. ഡർട്ട് നമുക്ക് ഡർട്ട് എടുത്തിട്ട് നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ ചെയ്യാം. നെതർ പോർട്ടൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടാക്കണ്ട, കുറച്ചങ്ങോട്ട് നീക്കിണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കണ്ടേ 2x2 ബ്ലോക്ക് വെച്ചിട്ട് അതുണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ ചെയ്യാം. നമ്മൾ നെതർ പോർട്ടൽ അങ്ങോട്ട് ഉണ്ടാക്കി പിന്നെ ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ വെച്ച് കത്തിക്കണം. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ നമുക്ക് ഫ്ലിന്റ് വേണം. ഫ്ലിന്റിൻ്റെ എല്ലാം തോന്നുന്നുണ്ട് ഇല്ലേ? ഫ്ലിന്റ് നമ്മുടെ ഫ്ലിന്റില്ല. മിണ്ടി പോരുന്നേ. ഫ്ലിന്റ് ആൻഡ് സ്റ്റീല് ഈ ബക്കറ്റ് എടുത്തോക്കാം. ഈ ബക്കറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ നല്ലോണം അത്യാവശ്യം വരും. ഞാൻ ഫ്ലിന്റ് ഒപ്പിക്കട്ടെ. ഇതാണ് നെതർ പോർട്ടൽ. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഈ ലട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ ഓരോന്നിങ്ങനെ വെച്ചിട്ട് ഇരുപത് ലാവ് ഒഴിച്ച് അങ്ങനെ ഒരുപാട് പണിയൊക്കെ ചെയ്ത് അതിന് മുന്നേ ഇടയ്ക്ക് ഞാൻ ലാവ പോരാണ്ട് വന്നപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ലാവ് എടുത്തു തന്നു. അവിടെ പോയിട്ട് ആ ബ്ലാക്ക് സ്മിത്ത് ഹൗസ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ലാവ് എടുത്തു നിന്ന് കഷ്ടപ്പെട്ട് നെതർ പോർട്ടൽ ഉണ്ടാക്കിയാണ്. അങ്ങനെ നെതർ പോർട്ടലാണ് ഈ നെതർ പോർട്ടൽ. ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ മണ്ടന് ഇത് കത്തിക്കാനാണ് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഞാൻ പോകുന്നത്. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ അല്ല, ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാനുള്ള സ്റ്റീലിനുള്ള ആ എണ്ണ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ആ ഫ്ലിന്റ് ആൻഡ് സ്റ്റീലിൻ്റെ ആ ഗ്രാവൽ ഇട്ടിട്ട് ഗ്രാവല് ഉണ്ടാക്കാം. ഈ ഒറ്റ ഗ്രാവൽ മതി, ഒരെണ്ണം മതി. നമ്മളാണെങ്കിൽ ഇത് പൊളിക്കാനുള്ള ഓരോ പ്ലാനാണ്. ഇതാണ് ഈ പൊളിയൊന്നുമില്ല. ഞാനത് പൊളിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പറഞ്ഞ് വാർത്ത റെക്കോർഡൊന്ന് പോസ്റ്റ് ആകുമ്പോഴത്തേനും ഈ ഫ്രിന്റ് കിട്ടി. ഇതിനെ ക്രിയേറ്റീവില് പണിതൊന്നും ചെയ്തതും ഒന്നുമല്ല, ഞാൻ ഫുള്ള് ഭയങ്കര നോളജ് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇനി എന്താ വേണ്ട, ഇനി ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ തൊട്ടിട്ട് ക്രാഫ്റ്റിങ് ചെയ്യണം. ഇറങ്ങി ഇതെന്താണ് പ്രശ്നം? നമ്മൾ ഈ ഇതെടുത്തിട്ടുണ്ടല്ലോ, അവിടെ ഷിഫ്റ്റ് ഉണ്ട് മിക്കവാറും.
ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഈ ബ്ലോക്ക് എടുത്തിട്ട് വെക്കാം. ഫൈനലി നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. അതൊന്ന് കത്തിക്കണം, എന്നാലേ നെതർ പോർട്ടൽ എന്ന് പറയാൻ പറ്റുള്ളൂ. കത്തിച്ച് നമ്മൾ നെതർ പോർട്ടൽ ഉണ്ടാക്കി കാണും. നമ്മുടെ ഈ ഗളിയത് കയറി നോക്കാം. ഫില്ലിൻ്റെ സ്റ്റീൽ എടുത്തൊക്കെ ഇവിടെ ലോകത്ത് പല സംഭവിക്കും. മൊത്തം പൊട്ടിത്തെറിച്ചു, മൊത്തം തെറിച്ചു. ഇത്രയും സ്ഥലം മതിയില്ലേ? ഇയറോസ് ഇല്ല. നെതറിലോട്ട് നമ്മൾ ആദ്യമായിട്ട് കയറാൻ പോകണം. നമുക്ക് നെതറിലോട്ട് കയറാം. എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാണാം. വേഗത്തിയാൽ മതിയായിരുന്നു. ഇത് വേഗത്തും. ജനറേറ്റിംഗ് വേൾഡ് ബിൽഡിംഗ് ടെറൈൻ പണ്ടുകൊണ്ടിരിക്കും നമ്മള്. മൊത്തത്തിൽ വരട്ടെ. നമ്മ സ്പോണായ സ്ഥലം നോക്കി ബൈബിളില് മൊത്തത്തിൽ സെറ്റ് ദേടിയന്തർമേൻ അവനെ കൊല്ല. നമ്മൾ സെറ്റാക്കാം. ഈ എന്തർമേനെ നമുക്ക് വേഗം കൊല്ലണം. ബ്ലേസർ ഉടുപ്പിച്ച് സെറ്റാക്കണം. ഇത് നമ്മളാണെങ്കിൽ വിദസ്കൾട്ടിനെ കൊന്ന് ഒരു ബോൺ കിട്ടി. വിതറിന്റെ ഹെഡ് കിട്ടി. നമുക്ക് വിതറിനെ സ്പോൺ ചെയ്യാൻ പറ്റൂല. അല്ല വിതറിനെ സ്പോൺ ചെയ്യുന്നില്ല. എനിക്ക് വയ്യ എന്നെ കൊല്ലാനായിട്ട്. എന്തർമാനാണെങ്കിൽ വിതർ സ്കെൽട്ടൻ ഉണ്ടല്ലോ. വിതർ സ്കെലിട്ടൻ അല്ലാണ്ട് വിതറല്ല. അവൻ എവിടെയാണാവൂ. അവൻ കാരണം മനുഷ്യന് ജീവിക്കാനും പറ്റാത്ത അവസ്ഥ ഒന്നുമില്ല. അവൻ പ്രശ്നമാണ്. ദേവസാണ്ടായിരുന്നു ബാസ്റ്റിനാ. ലക്ക് ഇമാതിരി ലക്ക് എനിക്ക് ഇത്രയും കിട്ടിയിട്ടില്ല. ബാസ്റ്റിനാണോ അതോ ഇതെന്താണത്? മാഗ്മ ക്യൂബ്. നെതർ ഈസ് സ്കേറി. സെറ്റ് വേഗം റിസ്പോണോ. വീട്ടിൽ കൊടുത്തിരുന്നു. വേഗം പോ. ചത്ത സാധനങ്ങളൊക്കെ പോയി കഴിയാൻ പണിയാണെന്നില്ല. അത്ര പണിയില്ല. നമുക്ക് വീണ്ടും ഒപ്പിക്കുക. അത്ര ഉപയോഗപ്പെടുവാൻ സാധനങ്ങളൊന്നുമില്ല. സ്കെൽട്ടൻ്റെ ഹെഡല്ലേ, അത് കുഴപ്പമില്ല. ഇവിടെ അതെ. ഇവന്മാരുണ്ടല്ലോ നെതറേറ്റ് അത്രയ്ക്ക് ദിക്കാവുള്ള. വീണ്ടും ചത്ത്. ഞാൻ കൊന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളാണെങ്കിൽ സാധനം മൊത്തം കിട്ടിയിട്ടുണ്ട്. അതും കിട്ടിയിട്ടുണ്ട്. വിതറിന്റെ ഹെഡ് വിതറിന്റെ ഹെഡും കിട്ടി. എല്ലാം കിട്ടി. നമ്മ അതിനു വേണ്ടി ഇറങ്ങിയതല്ല. നമ്മ ഈ നെതറിന്ന് എക്സ്പ്ലോർ ചെയ്ത് മക്കളൊക്കെ ഒന്ന് കയറിയെങ്കിലും കിട്ടി. പൊട്ടോർച്ച് എടുത്തിട്ടുണ്ടല്ല. ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ സ്ഥലം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആദ്യൊരു സ്കേറി സ്ഥലം. മഴക്കാറിന് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
സെറ്റാക്കണം നമ്മ എന്തൊക്കെയാ വന്നു ഇങ്ങോട്ട്. എന്തെടുക്കാനാ വന്നത്? യെസ്, ടോസ് എടുക്കാൻ. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്ത ഒരു സ്റ്റാക്ക് ടോർച്ച് ഉണ്ട്. മണ്ടേ. ഞാൻ ആ കാര്യം പറഞ്ഞു. നമ്മ നെതർ പോർട്ടൽ ഉണ്ടാക്കേണ്ടത് അവിടെ പോർട്ടലുണ്ടില്ലേ, അവിടെ ഉണ്ടാക്കേണ്ടത്. ഞാൻ ആ കാര്യം മറന്നുപോയി. ഞാൻ മണ്ടൻ ഇവിടെ ഉണ്ടാക്കിക്കണ ഒരു ബക്കറ്റ് ലാവൊക്കെ കളഞ്ഞിട്ട് അവിടെ ഉണ്ടാക്കിയ ലാവ കളയണമായിരുന്നു. ഇത്ര ഞാൻ കളയണ്ടായിരുന്നില്ല. അവിടെ ഒരു ബക്കറ്റ് ലാവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. കാരണം ഒരു ബക്കറ്റ് ലാവ അവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ. ഫൈനലി അവനെ കൊന്നിരിക്കുകയാണ്. പക്ഷേ ഒന്നും കിട്ടിയില്ല. നല്ല ഡ്രോപ്പൊന്നും തരുന്നില്ല ഉമ്മാര്. ടോർച്ച് വർക്കാവുന്നുണ്ട്. നെതർ റൈസ് കയറി. ഫാമുണ്ടല്ലോ ഇവിടെ. ഫാമുണ്ടോ? നല്ല അറുമുറായിട്ട് വരാം. യെസ്, കൊന്നേക്കണം. ക്ലിയറിട്ടൊക്കെ ഉമ്മാനുണ്ടല്ലോ. ലക്ക് നമ്മ എന്ത് ചെയ്യും ഇപ്പൊ? അവനെ ബോട്ട് വന്നാലോ? മറ്റേ സാധനം തന്നെ എന്താ പാട്ടാ? ഇവിടെ യെസ്, അവനെ കൊന്ന്. അടുത്ത എപ്പിസോഡ് നമുക്കുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഒന്ന് കുറെ ഗ്രൈൻഡ് ചെയ്യാൻ ശ്രമിക്കാം കൊല്ലാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ സ്പൂൺ ഉണ്ടാവില്ല. ഞാൻ ആ സാധനം ബ്ലേസ് റോഡ് ഒപ്പിച്ചിട്ട് കുറച്ച് എൻഡർമാനെയും അടുത്ത എപ്പിസോഡ് കൊല്ലാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് നാളെ വാ.